ഹലോ നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല. ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നല്ല വിശപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടാവും. ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ചു. തെരണ്ടി മീനാണ്, അതെ, മോരുകറിയോടെ കൂട്ടി ഇളക്കി കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും നാട്ടിലോട്ടൊക്കെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ. കാരണം അതിനകത്ത് എന്തൊക്കെയോ അനിമേഷൻ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റും. പിള്ളേർ കുറേ അഡ്വാൻസ്ഡാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ ഒരു മൊബൈൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് വരെ ഞാൻ പോയി എവിടെയെങ്കിലും പോയി പഠിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവരുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് ഏറ്റവും വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നുള്ളതാണ്. ഇപ്പോൾ ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവസാനം ഞാൻ വഴക്ക് പറഞ്ഞു, എനിക്കൊന്ന് ഫേസ് കാണാൻ, ഞാൻ നിങ്ങളുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എവിടെ താണ്ട കിടക്കുന്നു. ഇതൊക്കെ ഞാൻ നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ അവസ്ഥ. അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അവസാനം കുറേ നേരം ആയപ്പോഴത്തേനും ഇളയാൾ ഫോൺ വിളിച്ചപ്പോഴത്തേനും അവൻ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഫേസൊക്കെ തന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊക്കെ വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. ഇത് മാറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവളോടും പറഞ്ഞു, കൊച്ചിനോടും പറഞ്ഞ്. അവളും പിന്നെ മാറ്റിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഹാപ്പിയായി. നമുക്കിച്ചിരി ചമ്മന്തി അരയ്ക്കാനായിട്ട് എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പിലയും മത്തൻമുളകും, ഒരു കുഞ്ഞു നെല്ലിക്ക കഷ്ണം ഇഞ്ചിയല്ല, എന്താ പറയുന്നത്, വാളംപുളി, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി വന്ന ശേഷം അതിനകത്തോട്ട് ചിരണ്ടി വെച്ചിരുന്ന് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേടാവാണ്ടിരിക്കും. ഇപ്പം നമ്മളിതിപ്പോൾ ചമ്മന്തി അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ചോറിനൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും ഒരു കുഞ്ഞു ഉരുള വെച്ച് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ അത് 2-3 ദിവസത്തേക്ക് ഇരുന്നോളും. അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്ത് ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റും ആണല്ലോ. പിന്നെ അതിൻ്റെ ഒപ്പം മത്തി വറുത്തും ഉണ്ടായിരുന്നു. പിന്നെ അതും ഇതുമൊക്കെ ഓരോ കറികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മെയിനായിട്ട് ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണേ, പക്ഷേ കുറച്ച് തണുത്തു പോയി. എന്നാലും കളയില്ല കേട്ടോ, കഴിക്കും. പോവാ വൈകുന്നേരമൊക്കെ ആകാറായപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചാർക്കോൾ കഴിക്കാൻ പോയി കേട്ടോ. താഴെ ഒരു ഷട്ടർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോയേക്കുന്നത്. നല്ല സൂപ്പർ ഫുഡാണ് അവിടുത്തെ. ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പോയി കഴിക്കാറുമുള്ളത്. അവിടെ ചെന്ന പാടെ എന്താ പറയുന്നത്, വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവരും വൈകുന്നേരം സമയം എപ്പോഴും ഇങ്ങനെ വെളിയിൽ ഇറങ്ങത്തുള്ളൂ. ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടും കാര്യങ്ങളും അല്ലേ. ചെന്നുടനെ കൈയും കഴുകി ഞങ്ങൾ ഇതാണ് മെനുവിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് ഐറ്റംസുകളൊക്കെ. ഇതാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. അതിൽ പെരി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം പെപ്പറാണ് ഓർഡർ ചെയ്തത്. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ആസ് യൂഷ്വൽ നോക്കുന്ന പോലെ അതൊക്കെ നോക്കിപ്പോയി, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഷെൽഫുണ്ട് കേട്ടോ. ആ ഷെൽഫിൽ ഫുള്ള് സ്പൈസസ് അവരിട്ട് വെച്ചിരിക്കുന്നത്, പല ടൈപ്പ്. പിന്നെ നമുക്കുള്ള മട്ടൺ സൂപ്പ് വന്നു. മട്ടൺ സൂപ്പിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ടൺ സൂപ്പ് അടിപൊളിയാണ് കേട്ടോ. അത് ഇവിടുത്തെ അത് സൂപ്പർ സാധനമാണ്. പെപ്പറും നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതെന്തായാലും കുറച്ച് കുടിച്ച് ഞാൻ. വെജിറ്റബിൾസ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്താണെങ്കിൽ ഉപ്പിലിട്ട ബീട്രൂട്ട് ഉണ്ടായിരുന്നു, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ഇതുപോലത്തെ ലീഫ്. ഇതെല്ലാം ഇതിനകത്തോട്ട് നമ്മൾ ഈ നാരങ്ങാനീര് ഒഴിച്ച് ഉപ്പും പെപ്പറും കൂടി ഇട്ട് കൊടുത്ത് യോജിപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം എന്നറിയാമോ, അവർ കുറച്ച് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഗാർലിക് പേസ്റ്റ് അതൊക്കെ ഉണ്ടാവും. അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർക്കോളും കിട്ടി കേട്ടോ. ഞങ്ങളുടെ ചാർക്കോൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെപ്പറിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൊട്ടറ്റോ ഫ്രൈസൊക്കെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താ പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചാർക്കോൾ കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ കുറച്ച് ലീഫും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചൊരു ഐറ്റം, അതായത് കുബൂസ് എടുക്കുക, അതിനകത്തോട്ട് ലീഫ് വെക്കുക, കുക്കുംബർ വെക്കുക, ക്യാരറ്റ് വെക്കുക, അതുപോലെ ബീട്രൂട്ട് വെക്കുക. ഇത്രയും സാധനം വെച്ച ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഗാർലിക് പേസ്റ്റും അതുപോലെ ഹുമൂസും കുറച്ച് ചിക്കൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒരു റോളാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ഇത് എന്തേ കാണിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം എന്നോട് നീ ഒന്ന് കഴിച്ച് നോക്കിയാൽ അപ്പോൾ അറിയാൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ട്രൈ ചെയ്തു. അത് അടിപൊളിയാണ് കേട്ടോ. കാരണം വെജിറ്റബിൾസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഗാർലിക് ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടെ വന്ന് കഴിയുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചാർക്കോളൊക്കെ ഒന്ന് കഴിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. എല്ലാവരും കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കണ്ടത് കേട്ടോ.
അതിനോടുള്ള പോരാട്ടം എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചിക്കൻ കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചിക്കനോടായിരുന്നു പിന്നെ പോരാട്ടം മുഴുവനും. നല്ല ചിക്കനായിരുന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റുമായിരുന്നേ. പിന്നെ അവിടെ കുറേ മുട്ടായികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിമുട്ടായി, അതുപോലെ എക്ലേഴ്സ്, മഞ്ച്, മാംഗോ മുട്ടായി, അതുപോലെ നാരങ്ങ മുട്ടായി, ഇഞ്ചി മുട്ടായി, പോപ്പിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ എടുത്തു. അധികം വിലയൊന്നുമില്ല കേട്ടോ ഇതിന്. പിള്ളേർക്കുള്ള കോലുമുട്ടായൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഉപ്പിലിട്ട സംഭവങ്ങൾ. ആ പൈനാപ്പിൾ സൂപ്പറാണ് കേട്ടോ, പണ്ട് ഞാൻ എപ്പോഴോ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് പോവുക. എങ്ങോട്ടാന്നല്ലേ, വേറെ എങ്ങോട്ടും അല്ല. ഞങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയ. കേട്ടോ ടേസ്റ്റ് ഉണ്ട്. മഞ്ച്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു നല്ല ഭംഗിയില്ലേ ഈ ഒരു കാഴ്ച കാണാനായിട്ട്. നമ്മുടെ മിക്ക വ്ളോഗിലൊക്കെ കേൾക്കാറില്ലേ അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്, വർണ്ണാഭമാണ് ഗൾഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെ, അതിന് യാതൊരു തെറ്റുമില്ല. കണ്ടില്ലേ, ഇതിൽ കണ്ടിട്ട് തന്നെ മനസ്സിലാകും നല്ല ഭംഗിയില്ലേ ഓരോ സ്ഥലങ്ങളും കാണാനായിട്ട്. അങ്ങനെ ഒരുപാട് പേരുടെ അന്നമാണ് ഈ ഒരു നാടെന്ന് പറയുന്നത്. സെക്കൻഡ് ഹോം കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.